ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ? ഇംഗ്ലീഷ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ചില കൂട്ടുകാർക്കെങ്കിലും ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ, ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക അല്ലേ? ചോദ്യപേപ്പർ കണ്ടാൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് 2025-26 അല്ലെ സർക്കാർ തന്നെ ഇറക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട് ബുക്കും പെൻസിലും ഒക്കെ എടുത്ത് റെഡി ആയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ചെയ്ത് നോക്കാം. ചിലതൊക്കെ നിങ്ങളും ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ അപ്പോഴാണ് നമ്മൾ പഠിച്ചു പോവാം. ഓക്കെ, ചെയ്തു നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിസൺ ആൻഡ് ആൻസർ ആണ് അല്ലേ? ഇതിലെന്തുണ്ട്, ടീച്ചർ മാഷ് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു സ്റ്റോറി വായിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചോദ്യം വായിക്കും, അതിൻ്റെ ആൻസർ എന്ത് ചെയ്യും, കണ്ടെത്തും. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ടീച്ചർ ആ സ്റ്റോറി വായിക്കുന്നതിൻ്റെ മുമ്പ്, ഒരു ടിപ്പാണ്, ടീച്ചർ സ്റ്റോറി വായിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ആ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം എന്താ, അപ്പോൾ ടീച്ചറല്ലേ ആ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടീച്ചർ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ടീച്ചർ സ്റ്റോറി പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ടീച്ചർ ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ്, ഞങ്ങൾ ആ ചോദ്യം ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ, എന്നിട്ട് ടീച്ചർ പറഞ്ഞോളൂ എന്ന് പറയാം. ഓക്കെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്താ? ഹൂ ബിക്കെയിം സാഡ് വെൻ ചിൽഡ്രൻ മൂവ്ഡ് എവേ അല്ലേ? ആരാണ് സാഡ് ആയത്? വെൻ കുട്ടികൾ മൂവ്ഡ് എവേ അല്ലെ, കുട്ടികൾ അവിടുന്ന് പോയപ്പോൾ. രണ്ടാമത്തെ, ഹൂ ട്രൈഡ് ടു കംഫർട്ട് ദ മാംഗോ ട്രീ, മാംഗോ ട്രീനെ കംഫർട്ട് ആക്കാൻ ശ്രമിച്ചത് ആരാണ്? 3, വാട്ട് ഹാപ്പൻഡ് വെൻ ദ ന്യൂ ചിൽഡ്രൻ കെയിം ടു പ്ലേ അല്ലെ, പുതിയ കുട്ടികൾ കളിക്കാൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? സംതിങ് വണ്ടർഫുൾ ഹാപ്പൻഡ്, വാട്ട് വാസ് ദ വണ്ടർഫുൾ തിങ് ദാറ്റ് ഹാപ്പൻഡ് അല്ലെ, എന്തോ ഒരു വണ്ടർഫുൾ ആയ സംഗതി നടന്നു, അതെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ റിയാക്ട് വെൻ ദേ സോ ദ മാംഗോസ് അല്ലെ, മാംഗോസ് കണ്ടപ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അല്ലെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം ഒന്ന് അല്ല ആ ഒരു സ്റ്റോറി എന്ത് ചെയ്യാം, മാഷ് ഇങ്ങനെ പറയാം. ഐ വിൽ ടെൽ യു എ സ്റ്റോറി, യു ഷുഡ് ലിസൺ വെരി കെയർഫുള്ളി. വേണമെങ്കിൽ മാഷ്ക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ടൈപ്പൊക്കെ ചെയ്ത് കാണിക്കാം. പക്ഷേ കാണിക്കാത്തത് പരീക്ഷയ്ക്കും ഇത്തരം എന്ത് ചെയ്യും, ലിസൺ ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യാനുണ്ടാവും. നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. മാഷ് ഒറ്റവട്ടേ വായിക്കുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, അത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് സ്വയം ആൻസർ ചെയ്ത് നോക്കാം. സ്റ്റോറിൻ്റെ പേര് ദ സാഡ് മാംഗോ ട്രീ എന്നാണ്. എന്താണ്? ദ സാഡ് മാംഗോ ട്രീ. ഓക്കെ, വൺസ് there was a big mango tree near the playground where children loved to play. One day, the children moved away to another town. The mango tree became very sad and cried. The gentle wind blew softly and tried to comfort the tree. After a few days, new children came to the playground to play. Seeing them, the mango tree smiled happily. Suddenly, something wonderful happened. The mango tree started to bloom with sweet mangoes. When the children saw the mangoes, they cheered and clapped with joy. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോറി. നിങ്ങൾ എന്ത് ചെയ്യാം, ആവശ്യമാണെങ്കിൽ ഒന്നും കൂടി കേട്ടുനോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചോദ്യം നോക്കാം. ഹൂ ബിക്കെയിം സാഡ് വെൻ ചിൽഡ്രൻ മൂവ്ഡ് അവേ, കുട്ടികൾ മൂവ്ഡ് അവേ അല്ലെ, കുട്ടികൾ പോയപ്പോൾ ആരാണ് സാഡ് ആയത് എന്നല്ലേ? ആരായിരിക്കും? യെസ്, ദ മാംഗോ ട്രീ. ആരാണ്? ദ മാംഗോ ട്രീ ആണ് എന്ത് ചെയ്തത്, സാഡ് ആയത് അല്ലെ. ദ മാംഗോ ട്രീ. ഓക്കെ, രണ്ടാമത്, ഹൂ ട്രൈഡ് ടു കംഫർട്ട് ദ മാംഗോ ട്രീ, മാംഗോ ട്രീനെ കംഫർട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അല്ലെ. ഒരു വിൻഡ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു അല്ലെ. ആരാണ്? ദ വിൻഡ് അല്ലെ. വിൻഡ് ആണ് എന്ത് ചെയ്തത്, മാംഗോ ട്രീയെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ന്യൂ ചിൽഡ്രൻ കെയിം ടു പ്ലേ, പുതിയ കുട്ടികൾ കളിക്കാൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണല്ലേ. ദ മാംഗോ ട്രീ ക്രൈഡ് മോർ അല്ലെ, മാംഗോ ട്രീ വീണ്ടും കരയാൻ തുടങ്ങി. ദ മാംഗോ ട്രീ സ്മൈൽഡ്, മാംഗോ ട്രീ സ്മൈൽഡ് അല്ലെ. ദ മാംഗോ ട്രീ ഗോട്ട് ആംഗ്രി, ദ മാംഗോ ട്രീ ഫെൽ അസ്ലീപ് അല്ലെ. പുതിയ കുട്ടികൾ വന്നപ്പോൾ മാംഗോ ട്രീക്ക് എന്തായിരിക്കും ഉണ്ടാവുക അല്ലെ? ദ മാംഗോ ട്രീ സ്മൈൽഡ്, ഓഫ് കോഴ്സ് അല്ലെ. ദ മാംഗോ ട്രീ സ്മൈൽഡ്. ഓക്കെ, അപ്പോൾ ബി ആണെന്ത് അതിന്റെ ആൻസർ. ഓക്കെ, ഫോർത്ത് വൺ, സംതിങ് വണ്ടർഫുൾ ഹാപ്പൻഡ്, വാട്ട് വാസ് ദ വണ്ടർഫുൾ തിങ് ദാറ്റ് ഹാപ്പൻഡ് അല്ലെ. എന്തോ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സംഗതി നടന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, the mango tree started to bloom with mangoes.
സി എ ബട്ടർഫ്ലൈ കെയിം ഡാൻസിങ്. ഡി എ ലാർജ് ബോൾ ഫെൽ ഡൗൺ. അല്ലെ, ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. ഓക്കെ, ടൈപ്പിങ്ങിൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിലേതായിരിക്കും ആൻസർ? യെസ്, ബി ആണ് അല്ലെ. ദ മാംഗോ ട്രീ സ്റ്റാർട്ടഡ് ടു ബ്ലൂം വിത്ത് മാംഗോസ്. അല്ലെ, മാംഗോകളുമായി അത് എന്ത് ചെയ്തു? നന്നായിട്ട് ബ്ലൂ അല്ലെ, നല്ല പൂക്കളൊക്കെ വന്ന് എന്ത് ചെയ്തു? വരാൻ തുടങ്ങി അല്ലെ. പൂക്കളൊക്കെ വന്ന് മാവൊക്കെ എന്ത് ചെയ്തു? കായ്ക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അതാണ് എന്ത്? ഒരു വണ്ടർഫുൾ തിങ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞു അല്ലെ. അഞ്ചാമത്തെ, ഹൗ ഡിഡ് ദ ചിൽഡ്രൻ റിയാക്ട് വെൻ ദേ സോ ദ മാംഗോസ് അല്ലെ. വെൻ ദേ സോ ദ മാംഗോസ്, മാംഗോസ് കണ്ടപ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അല്ലെ? ഓഫ് കോഴ്സ് എങ്ങനെയായിരിക്കും? യെസ്, ഓപ്ഷൻ സി എന്താണ്? ദേ ചിയേർഡ് ആൻഡ് ക്ലാപ്ഡ്. ദേ ചിയേർഡ് ആൻഡ് ക്ലാപ്ഡ് അല്ലെ. അവർ ആഘോഷിച്ചു എന്നിട്ടല്ല എന്ത് ചെയ്തു? കൈയൊക്കെ കൊട്ടി അല്ലെ. ചിയേർഡ്, നല്ല ചാടി കളിച്ചു എന്നൊക്കെ പറയില്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി എന്ത്? ആക്ടിവിറ്റി 2 നോക്കാം. അതിൽ റീഡ് ആൻഡ് റൈറ്റ് ആണ്. നമ്മളൊന്ന് വായിക്കണം, വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താനുള്ളതാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സ്വയം വായിച്ചു നോക്കുക. അപ്പുറത്തെ പേജിലും കൂടി ഉണ്ട്, നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്. Read the story given below. Dilna and Isaac were playing outside happily. Suddenly, Dilna stopped. Oh, I lost one of my slippers, Dilna shouted. They looked under the bench, near the swing and everywhere. No slipper. Suddenly, they heard woof. It was neighbor's puppy. It had the slipper in its mouth. Come here, puppy, said Isaac. The puppy ran to them. It dropped the slipper down. Silly puppy, said Dilna. They gave it a biscuit. The puppy wagged its tail. Just then it ran off again. Where is it going now? Asked Isaac. They followed the puppy. It stopped near a bush. Inside, they saw Isaac's toy car. My red car! I lost it last week, said Isaac. The puppy found that too, said Dilna. Mom, come outside. What happened? I found out my slipper, said Dilna. And my toy car too, said Isaac. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബില്ലോ. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ. നിങ്ങൾ രണ്ടാമതൊന്നും കൂടി വായിച്ചു നോക്കുക അല്ലെ. പക്ഷെ പറയുന്നതൊന്നും കൂടി കേൾക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ഓ, ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്. ഹു ഷൗട്ടഡ് സോ അല്ലെ. ആരാണ് അങ്ങനെ ഷൗട്ട് ചെയ്ത് പറഞ്ഞത് അല്ലെ? യെസ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ആരാണ്? യെസ്, ഇറ്റ്സ് ദിൽന. അപ്പൊ ദിൽന എന്ന് എഴുതാം, ദിൽന. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, What did the puppy have in its mouth? അല്ലെ, പപ്പിയുടെ മൗത്തിൽ എന്താണ് ഉണ്ടായിരുന്നു? യെസ്, the puppy had Dilna's slipper in its mouth. അല്ലെ, the puppy had Dilna's slipper in its mouth. Okay, third question. Dilna and Isaac gave the puppy a. അല്ലെ, Dilna and Isaac gave the puppy a dash. അല്ലെ, എന്താ? a toy, a banana, biscuit, flower. എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? എന്താണ് കൊടുത്തത്? യെസ്, it was a biscuit. Okay, fourth question. Isaac's toy car is dash in color. അല്ലെ, ഐസക്കിന്റെ ടോയ് കാർ എന്തായിരുന്നു കളറ്? ഓർമ്മ ഉണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, ഏതാണ്? റെഡ് കളർ ആയിരുന്നു. ഏതായിരുന്നു? റെഡ് കളർ ആയിരുന്നു അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ 5 എന്താണ്? പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് മീൻസ് യങ് വൺ ഓഫ് എ ഡോഗ്. അല്ലെ, ഡോഗിന്റെ യങ് വൺ എന്ന് പറയുന്ന ഒരു വാക്ക് ഏതാണ് നമ്മുടെ സ്റ്റോറിയിൽ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഏതായിരിക്കും? യെസ്, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം. സ്റ്റോറിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഒരു ഡോഗിന്റെ യങ് വൺ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്? യെസ്, ഇറ്റ്സ് പപ്പി. റൈറ്റ്, ഇറ്റ്സ് പപ്പി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവിറ്റി 3ലേക്ക് എന്ത് ചെയ്യാം? പോയി നോക്കാം. ആക്ടിവിറ്റി 3 എന്താണ്? യെസ്, ഇറ്റ്സ് എ കോൺവെർസേഷൻ. ഓക്കെ, എന്താണ്? എന്ത് കോൺവെർസേഷൻ ആണ് നോക്കാം. ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ ദിൽന വെന്റ് ടു ഹെർ ഗ്രാൻഡ്മാസ് ഹൗസ്. ഗ്രാൻഡ്മ വാംലി വെൽക്കംഡ് ഹെർ. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന. അല്ലെ, അങ്ങനെ ദിൽന എന്ത് ചെയ്യാണ്? ഗ്രാൻഡ്മാന്റെ ഹൗസിലേക്ക് സമ്മർ വെക്കേഷനിൽ പോവാണ്. ഗ്രാൻഡ്മ എന്ത് ചെയ്തു? അവളെ വാംലി വെൽക്കംഡ് അല്ലെ, അവളെ സ്വാഗതം ചെയ്തു. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന. അല്ലെ, എല്ലാവർക്കും പായസം ഇഷ്ടമായിരിക്കും അല്ലെ. ദിൽനക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? പായസം ഉണ്ടാക്കി. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അല്ലെ, കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ച് എഴുതാനുള്ള വളരെ എളുപ്പമുള്ള ഒരു കോൺവെർസേഷൻ ആണ്. മാഷ് എഴുതിയ നോക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ഒന്ന് എഴുതാനൊക്കെ ശ്രമിക്കുക, കാരണം അത്ര എളുപ്പമാണ്. ഓക്കെ, ഗ്രാൻഡ്മ പറയാണെന്ത്? ദിൽന കം ഡിയർ. അല്ലെ, അപ്പൊ ദിൽന പറഞ്ഞത് ഇസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ. അല്ലെ, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഗ്രാൻഡ്മ? ഗ്രാൻഡ്മ പറഞ്ഞത് യെസ്
ഓക്കെ, ഐ മെയ്ഡ് പായസം ഫോർ യു, ഞാൻ നിനക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ട്, പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ദിലിന പറഞ്ഞു എന്ത്, യു നോ ഐ ലൈക്ക് പായസം അല്ലേ, നിങ്ങൾക്ക് അറിയാലേ എനിക്ക് പായസം ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാലേ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഗ്രാൻഡ് മാ ഹാവ് ഇറ്റ് മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ് അല്ലേ. എന്നാ കഴിക്ക്, നീ എടുത്തോ അല്ലേ. ഹാവ് ഇറ്റ് മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ് അല്ലേ, നീ എടുത്തു വന്നിട്ട് എൻ്റെ പൊന്നുമോളെ എന്ന് നീ പറയേ, ഇത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് പറയും അല്ലേ. ഇതിനെ പറഞ്ഞത് ഇറ്റ്സ് വെരി ഡെലിഷ്യസ് അല്ലേ, ഡെലിഷ്യസ് അല്ലേ. സാധാരണ നമ്മൾ ടേസ്റ്റി എന്നൊക്കെയാണ് ചേർക്കാറുള്ളത്, കുറച്ചുകൂടി നല്ല വാക്കാണ് എന്ത്, ഡെലിഷ്യസ് അല്ലെ, അതിഗംഭീരം, സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇത് ഡെലിഷ്യസ്, ഇറ്റ് ഈസ് വെരി ഡെലിഷ്യസ്. ഓക്കെ, ആ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഗ്രാൻഡ് മാ പറഞ്ഞു എന്ത്, ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഫോർ യു മൈ ലിറ്റിൽ പ്രിൻസസ് അല്ലേ, എൻ്റെ പൊന്നു രാജ അല്ലേ, എൻ്റെ ചെറിയ രാജകുമാരി, ഞാൻ നിനക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലേ ഉണ്ടാക്കി തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു അല്ലേ ഗ്രാൻഡ് മാ. അപ്പോൾ ദിൽന പറഞ്ഞത്, വിൽ യു ടീച്ച് മീ ഹൗ ടു മേക്ക് ഇറ്റ് അല്ലേ. യെസ്, മുമ്പ് ഇതേപോലെ എന്തോ ഒന്ന് ഗ്രാൻഡ് മാ പഠിപ്പിച്ചു കൊടുത്തത് ഓർമ്മയില്ലേ ദിലിനൊക്കെ. യെസ്, അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു അല്ലേ. അപ്പോൾ ദിലിന എങ്ങനെയുള്ള കുട്ടിയാണ്, എല്ലാം പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടിയാണ് അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദിലിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മൾ പാഠപുസ്തകത്തിന്റെ അപ്പുറത്തേക്കും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ദിലിനയെ പോലെ നല്ല ബ്രേവ് ആയിട്ടുള്ള ഒരു ഗേളായി അല്ലെങ്കിൽ ബോയ് ആയിട്ട് നമ്മൾ മാറാം. ഓക്കെ, അപ്പൊ എന്താണ് ദിലിന പറഞ്ഞത്, വിൽ യു ടീച്ച് മീ ഹൗ ടു മേക്ക് ഇറ്റ് അല്ലേ, അങ്ങനെയാണെങ്കിൽ പായസം എങ്ങനെയാണ് ഉണ്ടാക്കി തരാൻ നിന്നെ പഠിപ്പിച്ചു തരുമോ. അപ്പൊ ഗ്രാൻഡ് പറഞ്ഞത്, യെസ് ഓഫ് കോഴ്സ് ഡിയർ അല്ലെ, എന്തായാലും പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. ദിലിന എന്ത് ചെയ്തു, താങ്ക് യു ഗ്രാൻഡ് മാ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഓക്കെ, സ്വന്തമായിട്ടൊക്കെ എന്ത് ചെയ്യുക, ശ്രമിച്ചു നോക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്തൊരു ഡയറി എഴുതാനാണ്. എന്തുമായി ബന്ധപ്പെട്ട ഡയറിയാണ് നോക്കാം. എന്താണ്, ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ, ആരായിരിക്കും, ഇതാരായിരിക്കും, ഗ്രാൻഡ് മാ, ഇതാരാണ്, യെസ് ദിൽന അല്ലേ. അവർ എവിടേക്കോ ഒരു പോണ്ട് ഓർ സംതിങ് ആണ് അല്ലേ, പോണ്ടാണെന്ന് തോന്നുന്നു. നോക്കാം, ദിൽന വെന്റ് ടു സീ ദ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ ഗ്രാൻഡ് മാ, ഗ്രാൻഡ് കൂടെ വില്ലേജ് ഒക്കെ ഒന്ന് കാണാൻ പോയതാണ് ആര്, നമ്മൾ ദിൽന. ദിൽന ടുക്ക് ഹെർ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ് അല്ലെ. ദിൽന എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള അല്ലെ, ഗ്രാൻഡ് എന്ത് ചെയ്തു, അവളെ തൊട്ടടുത്തുള്ള ഒരു പാഡി ഫീൽഡിലേക്ക് കൊണ്ടുപോയി. പോണ്ട് ആൻഡ് ഹിൽസ് അല്ലെ, കുളവും കുന്നൊക്കെ ഉണ്ട് അല്ലെ. ഷി എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ് അല്ലെ, ആ ഒരു വില്ലേജിന്റെ ബ്യൂട്ടി അവൾക്ക് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവൾ അത് എൻജോയ് ചെയ്തു. ഇൻ ദ നൈറ്റ് ഗ്രാൻഡ് മാ ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ് അല്ലെ, രാത്രി ഗ്രാൻഡ് മാ അവളോട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ. ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ് മാ, ഗ്രാൻഡ് കൂടെ ഹോളിഡേയ്സ് ഒക്കെ അല്ലെ കഴിഞ്ഞ് അവൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലെത്തണം അല്ലെ. ഷി വാസ് വെരി മച്ച് ത്രിൽഡ്, ഷി വാസ് വെരി മച്ച് ത്രിൽഡ് അല്ലെ, അവൾക്ക് ഭയങ്കര ത്രില്ലായി. എന്തിന്, ഷി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസസ് ഇൻ ഹെർ ഡയറി അല്ലെ, ആ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്തു, അവൾ ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹെൽപ്പ് ദിൽന റൈറ്റ് ഹെർ ഡയറി, ദിൽനെ ഹെൽപ്പ് ചെയ്യുക എന്തിന്, അവളുടെ ഡയറി ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും എന്ന് മാഷ്ക്കറിയാം. നോക്കാം, മാഷ് ഒരു മോഡൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ചെയ്ത് നോക്കുക. അതിൽ നമുക്കറിയാം ഡയറി എഴുതുമ്പോൾ ആദ്യം എന്ത് ശ്രദ്ധിക്കണം, യെസ്, ഏറ്റവും മുകളിൽ ഡേറ്റും ദിവസവും എന്ത് ചെയ്യും, നമ്മൾ എഴുതും, അത് മറക്കാതിരിക്കുക. പിന്നെ ഒരു ടിപ്പും കൂടി ഉണ്ട്, അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് വേറൊരു ടിപ്പ് പറയാം. എന്താണ്, ഈ ചോദ്യം നോക്കൂ, ഡയറി എഴുതാനുള്ള ചോദ്യം നോക്കൂ. ദിൽന വെന്റ് ടു സീ ദ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ ഗ്രാൻഡ് മാ, ഗ്രാൻഡ് മാ ടുക്ക് ഹെർ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ് പോണ്ട് ആൻഡ് ഹിൽസ് അല്ലെ. അപ്പോൾ ദിൽന കണ്ട ചെയ്ത കാര്യങ്ങളൊക്കെ കുറെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ ദിൽന എന്നൊക്കെ മാറ്റി കൊടുത്തിട്ട് എന്താക്കിയാൽ മതി, ഐ എന്ന് അല്ലെ, ഐ എന്ന് പറഞ്ഞത് ഞാൻ അല്ലെ, അങ്ങനെ ചേർത്ത് കൊടുത്താലും കുറെയൊക്കെ എന്ത് ചെയ്യും, ശരിയാവും അല്ലെ. ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല, എന്നാലും കുറച്ച് പ്രയാസം, ഇംഗ്ലീഷൊക്കെ പ്രയാസമുള്ളവർക്ക് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ചെയ്തിട്ട് കുറെയൊക്കെ മാർക്ക് വാങ്ങാം അല്ലെ. എന്നാലും എന്ത് ചെയ്യാം, നമ്മളതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക അല്ലെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മാഷ് എഴുതിയ ആൻസർ ഒന്ന് നോക്കാം. എന്താണ് അല്ലെ, ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, 12 May 2025 മൺഡേ 9 PM അല്ലെ. 9 PM സമയം വേണമെന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വാട്ട് എ വണ്ടർഫുൾ ഡേ. യെസ്, ഇതാണ് ഒരു ടിപ്പ് കേട്ടോ, ശ്രദ്ധിക്കുക. വാട്ട് എ വണ്ടർഫുൾ ഡേ അല്ലെ, ദിലിനൊക്കെ അത്രയും സന്തോഷം ഉണ്ടായ ഒരു ദിവസമല്ലേ. അപ്പൊ അവിടെ എങ്ങനെ തുടങ്ങാം, വാട്ട് എ വണ്ടർഫുൾ ഡേ അല്ലെ. നിങ്ങൾക്ക് ഏത് ഡയറി എഴുതുമ്പോൾ തുടങ്ങിക്കൂടെ അങ്ങനെ അല്ലെ, ഏത് ഡയറി എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ വെച്ച് തുടങ്ങാം. അപ്പൊ അതെന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. ഓക്കെ, അത് മാത്രമാണോ എഴുതാൻ പറ്റുക, അല്ല അല്ലെ. ടുഡേ വാസ് മൈ ബെസ്റ്റ് ഡേ അല്ലെ, അങ്ങനെ എഴുതി തുടങ്ങാം അല്ലെ. ടുഡേ വാസ് മൈ ബെസ്റ്റ് ഡേ അല്ലെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം. അല്ലെങ്കിൽ ടുഡേ വാസ് എ ഹാപ്പി ഡേ എന്നൊക്കെ എന്ത് ചെയ്യാം, എഴുതിയിട്ട് തുടങ്ങാം. ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചു വെക്കുക.
ഓക്കെ, അപ്പം തന്നെ നല്ലൊരു തുടക്കം കിട്ടുമ്പോൾ തന്നെ ടീച്ചർ നിങ്ങളെ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാലോ, അല്ലെ ഈ കുട്ടി സൂപ്പർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ നോക്കി നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. ഓക്കെ, അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുക, കാണാതെ പഠിക്കാം. ഓക്കെ, എന്നിട്ട് മാഷ് എഴുതി നോക്കൂ. ടുഡേ ഐ കെയിം ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് മൈ ഗ്രാൻഡ്മൻ്റെ കൂടെ ഹോളിഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് ഞാൻ തിരിച്ചു അല്ലേ. ഐ ആം വെരി ഹാപ്പി ആൻഡ് ത്രിൽഡ് അല്ലെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ത്രിൽഡ് ആണ് അല്ലെ. ഗ്രാൻഡ്മ ടുക്ക് മീ ടു ദ പാഡി ഫീൽഡ്സ് പോണ്ട് ആൻഡ് ഹിൽസ് അല്ലെ, പോണ്ടിലേക്കും പാഡി ഫീൽഡിലേക്കും ഹിൽസിലേക്കും ഒക്കെ എന്നെ എന്ത് ചെയ്തു, കൊണ്ടുപോയി. എന്താണ് ചോദ്യത്തിലുള്ള അത് തന്നെയാണ് എന്താ അല്ലെ എഴുതിയിട്ടുള്ളത് അല്ലെ. അവിടെ എന്താണ് അയാം എന്നും ഗ്രാൻഡ്മ എന്നൊക്കെ മാറ്റി കൊടുത്തു എന്നേ ഉള്ളു അല്ലെ. ദ വില്ലേജ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രീൻ അല്ലെ. വില്ലേജ് എന്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രീൻ ആണ് അല്ലെ. എന്താണ് ഷീ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ് അല്ലെ. അത് ഇവിടെ വേറെ രീതിയിൽ എഴുതി വെച്ചു അല്ലെ. അറ്റ് നൈറ്റ് രാത്രിയിൽ ഗ്രാൻഡ്മ ടോൾഡ് മീ മെനി സ്റ്റോറീസ് അല്ലെ. ചോദ്യം നോക്കൂ, ഇൻ ദ നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ് അല്ലെ. ആ ഹെർ മാറ്റിയിട്ട് എന്ത് ചെയ്തു, മീനാക്കി കൊടുത്തു അല്ലെ. ഐ എൻജോയ് അല്ലെ, മീ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അല്ലെങ്കിൽ എന്നെ എന്നുള്ളതാണ് അല്ലെ. ഐ എൻജോയ്ഡ് എല്ലോട്ട്, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഐ ലവ് മൈ ഗ്രാൻഡ്മ വെരി മച്ച്, ഞാൻ എൻ്റെ ഗ്രാൻഡ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അല്ലെ. അതും കൂടി അങ്ങോട്ട് അല്ലെ, അതും കൂടി ഉണ്ടാവുമ്പോൾ എന്താണ്, യെസ് കാണുന്നവർക്ക് ഇതൊരു നല്ല ഡയറി ആണെന്നൊക്കെ എന്ത് ചെയ്യും, തോന്നും അല്ലെ. കാരണം എന്താ, സ്വാഭാവികമായിട്ടും ദില്ലൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യമാണ് എന്ത് ചെയ്യേണ്ടത് അല്ലെ, അതിന്റെ സന്തോഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഡയറിയിൽ പ്രകടിപ്പിക്കേണ്ടത് അല്ലെ. ആരെങ്കിലും എഴുതിയ ഡയറിയാണോ, അല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ആരായിട്ട് മാറണം, അങ്ങോട്ട് ദിലിനെയായിട്ട് മാറണം. അപ്പൊ നമ്മളല്ലേ, നമ്മളൊന്ന് കണ്ണടച്ച് ഇങ്ങനെ ആലോചിക്കുക, അങ്ങനെ അമ്മൂമ്മന്റെ കൂടെ നമ്മളിങ്ങനെ പാടത്തും അല്ലെ കുളത്തിലും നല്ല ഭംഗിയുള്ള കുന്നൊക്കെ കയറി അമ്മൂമ്മ നമുക്ക് കുറേ ഇഷ്ടം പോലെ കഥകളൊക്കെ പറഞ്ഞു തന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്നു അല്ലെ. നല്ല രസം ഉണ്ടായിരുന്നു, അമ്മൂമ്മ പായസം ഉണ്ടാക്കി തന്നു അല്ലെ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലൊന്ന് കണ്ടു നോക്കുക അല്ലെ. അപ്പൊ നമുക്ക് തന്നെ തോന്നുന്നത് നമ്മളാണ് ദിൽന എന്ന് തോന്നും അല്ലെ. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് നമ്മൾ എഴുതാൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. എന്താണ് ആക്ടിവിറ്റി 4B, എന്താണ് നോട്ടീസ് ആണ് അല്ലെ. ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. സ്കൂൾ എന്ത് ചെയ്തു, ഒരു ബുക്ക് ഫെയർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അല്ലെ, തീരുമാനിച്ചു. എന്നിട്ടോ ദേ ഇൻവൈറ്റഡ് ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടു ഇനോഗ്രേറ്റ് ദ ഫംഗ്ഷൻ അല്ലെ. ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ ആരെ വിളിച്ചു, മുനിസിപ്പൽ ചെയർപേഴ്സണെ വിളിച്ചു. ദിൽന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാവ് ടു പ്രിപ്പയർ ദ നോട്ടീസ് അല്ലെ. ദിൽനയും ഫ്രണ്ട്സും ആണ് എന്ത് ചെയ്തത്, നോട്ടീസ് പ്രിപ്പയർ ചെയ്തത്. ഹെൽപ്പ് ദം പ്രിപ്പയർ ദ നോട്ടീസ്, ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ അല്ലെ. ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ, താഴെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അല്ലെ. ഏറ്റവും ഇംഗ്ലീഷിൽ ഏറ്റവും എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ് ഇത്, യെസ് നോട്ടീസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വിശദീകരണത്തിലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നോട്ടീസ് എത്ര എളുപ്പത്തിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊക്കെ എന്ത് ചെയ്യാം, എല്ലാവർക്കും കേൾക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ഓക്കെ, ചോദ്യത്തിൽ നമുക്കറിയാം, ചോദ്യത്തിൽ തന്നെ നമുക്ക് എഴുതാനുള്ള ആൻസർ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോട്ടീസിൽ തന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അല്ലെ. ഇത് മാത്രം കിട്ടി എഴുതിയാലും കുറച്ചൊരു തുള്ളി മാർക്കൊക്കെ നമുക്ക് അതിന് കിട്ടും. കാരണം അത്രയും എളുപ്പമാണ് എന്ത് നോട്ടീസ് എഴുതാനെന്ന് പറയുന്നത് അല്ലെ. നോട്ടീസ് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്തു, നോട്ടീസ് എന്നൊക്കെ പറഞ്ഞ് ഒരു തലക്കെട്ട് കൊടുത്തു അല്ലെ. പിന്നെ എന്ത് ചെയ്തു, ബുക്ക് ഫെയർ 2025 അല്ലെ. എന്താണ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ അല്ലെ. സ്കൂളിൽ എന്ത് കണ്ടക്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്, ഒരു ബുക്ക് ഫെയർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, തലക്കെട്ടായിട്ട് ബുക്ക് ഫെയർ തന്നെ കൊടുത്തു. ഓക്കെ, പിന്നെ എന്താണ് GLPS മലബാർ. മലബാർ എന്ന് വെറുതെ ഒരു പേര് കൊടുത്താണ് കേട്ടോ. GLPS മലബാർ എന്താണ്, ആ ഒരു സ്കൂളിന്റെ പേര് വെറുതെ ഒരു പേര് കൊടുത്തു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതുമ്പോൾ നിങ്ങളെ സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിന്റെ പേരോ സ്ഥലപ്പേരോ ഒക്കെ കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഡിയർ ഫ്രണ്ട്സ് അല്ലെ. നമുക്ക് എല്ലാത്തിലും എഴുതിക്കൂടെ, എല്ലാത്തിലും എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് ഇത് കാണാൻ പഠിക്കണം അല്ലെ, അത് കാണാൻ പഠിക്കണം അല്ലെ. പിന്നെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസിലൊക്കെ നമ്മൾ ഏതൊക്കെയാണ് കാണാതെ പഠിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെന്ത് ചെയ്യാമെന്ന് എല്ലാവരും ഒന്ന് പോയി കാണാം. ഇത് കുറച്ചുകൂടി വേറെ മോഡലിലാണ് മാഷി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതട്ടോ. അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്നൊക്കെ എന്ത് ചെയ്യാം അല്ലെ, ഡിസൈഡ് ടു കണ്ടക്ട് എ പ്രോഗ്രാം അല്ലെ. അങ്ങനെയൊക്കെ എഴുതാം. ഇവിടെ നമ്മൾ എന്താണ് ബുക്ക് ഫെയർ ആയതുകൊണ്ട് ബുക്ക് ഫെയർ എന്ന് എഴുതി. ഓക്കെ, there will be a huge collection of story books and poems on display അല്ലെ. ഡിസ്പ്ലേയിൽ കുറേ സ്റ്റോറി ബുക്സും പോയംസിന്റെ ബുക്കും ഒക്കെ എന്ത് ഉണ്ടാവും, അവിടെ ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതെന്ത് ചെയ്യാം, എന്താണ് നമ്മൾ ആ ഒരു ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് അവിടെ കൊടുത്തതാണ്. ഓക്കെ, പിന്നീട് എന്താണ്, ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെ. പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ആരാണ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് അല്ലെ. അപ്പൊ പക്ഷേ ചോദ്യത്തിൽ ചീഫ് ഗസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് മാറ്റം വരുത്താം അല്ലെ, യെസ് ദ പ്രോഗ്രാം ദ ചീഫ് അല്ലെ. എങ്ങനെ എഴുതണം, ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദി പ്രോഗ്രാം ഈസ് മുനിസിപ്പൽ
ചെയർമാൻ അല്ലെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റിയിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇത് മാഷി ടെക്സ്റ്റ് ബുക്ക് അതേ മോഡൽ പിടിച്ചതാണ്. ഓക്കെ, പിന്നെ അതിന്റെ അടിയിൽ എന്ത് ചെയ്തു, നമ്മൾ വെന്യൂ, ഡേറ്റ്, ടൈം ഒക്കെ എഴുതി. അതൊക്കെ എന്താണ് നമ്മൾ ഈ ചോദ്യത്തിലുള്ള സെയിം സാധനമാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. പിന്നെ എന്ത് ചെയ്തു, ഓൾ ആർ വെൽക്കം എല്ലാത്തിലും എഴുതും അല്ലെ, ഒരിക്കലും മറക്കരുത്. ഓക്കെ, പിന്നെ എന്താണ് ഐഡിയിൽ ഡേറ്റും അല്ലെ, വേണമെങ്കിൽ സ്കൂളിന്റെ പേരോ സമയം അല്ലെ, ഇപ്പൊ GLPS എന്നൊക്കെ എന്ത് നിങ്ങൾ സ്കൂളിന്റെ പേരൊക്കെ എഴുതാം. സ്കൂൾ ലീഡറിനോ അല്ലെങ്കിൽ ഓർ എന്ത് എഴുതാം, HM എഴുതാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഒക്കെ എഴുതാം, ആരും ആകും. ഓക്കെ, ഒന്നും പ്രശ്നമില്ല. ഓക്കെ, ചോദ്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് എഴുതേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ പേരും എന്ത് ചെയ്യാം, എഴുതാം. പ്രോഗ്രാം കൺവീനർ എഴുതാം, സ്കൂൾ ലീഡർ എഴുതാം, HM എഴുതാം അല്ലെ, അതൊക്കെ എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ആക്ടിവിറ്റി 5 എന്താണ്, ഡിസ്ക്രൈബ് ദി ഇവന്റ്സ് അല്ലെ. കുറച്ച് ഇവന്റുകൾ തന്നിട്ടുണ്ട്, അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്, രണ്ട് അല്ലെ, ഒരു അമ്മയും ഒരു കുഞ്ഞും അല്ലെ, ഒരു പെൺകുട്ടിയും ബൈക്കിൽ പോവാണ് അല്ലെ. ആ സമയത്ത് വേറെ ആരോ ബൈക്കിൽ വീണത് എന്ത് ചെയ്തു, അവർ കണ്ടു. അവരെന്ത് ചെയ്തു, ആ വാഹനം നിർത്തി അവരെ ഹെൽപ്പ് ചെയ്തു അല്ലെ. യെസ്, ഈ മദർ എന്തോ കോൾ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഓഫ് കോഴ്സ് ആംബുലൻസ് ആയിരിക്കും അല്ലെ. അങ്ങനെ ആംബുലൻസ് വന്നു, അവരെ കൊണ്ടുപോയി അല്ലെ. അത് നമുക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ മനസ്സിലായി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി അല്ലെ. മാഷ് കുറച്ചുകൂടി വിശാലമായിട്ട് നന്നാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, നോക്കാം. എ മദർ ആൻഡ് ഹെർ ഡോട്ടർ വേർ ട്രാവലിംഗ് ഓൺ എ സ്കൂട്ടർ. ദേ വർ ഗോയിങ് അലോങ് ദ റോഡ് അല്ലെ. ഈ സെന്റൻസ് വേണം നിർബന്ധമൊന്നുമില്ല അല്ലെ, ഇത് മാത്രം ഉണ്ടായാലും ഓക്കെയാണ്. ഓക്കെ, എന്താണ്, ഒരു അമ്മയും അവരുടെ മകളും എന്ത് ചെയ്യാണ്, സ്കൂട്ടറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് അല്ലെ. ദേ വർ ഗോയിങ് അലോങ് ദ റോഡ് അല്ലെ, റോഡിലൂടെ ഇങ്ങനെ നേരെ പോവുകയാണ്. അപ്പൊ എന്താണ്, സഡൻലി. യെസ്, അവിടെ സഡൻലി ചേർത്തുണ്ടോ. നമ്മളെ പല സ്റ്റോറീസിലും പെട്ടെന്ന് സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റോറീസിലൊക്കെ എന്തുണ്ട്, സഡൻലി ചേർത്തിട്ടുണ്ട് അല്ലെ. നമ്മളെ ദില്ലന്റെ സ്റ്റോറിയിലാണെങ്കിലും റെയിൻബോയുടെ സ്റ്റോറിയിലാണെങ്കിലും ഒക്കെ എന്തുണ്ട്, എപ്പോഴെങ്കിലും ഇടയ്ക്കൊരു സഡൻലി ഉണ്ട്. എപ്പോഴാണ് വരുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ സഡൻലി എന്ന് ചോദിക്കും അല്ലെ. ആക്സിഡന്റ് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ ഉണ്ടാവുന്നതാണോ, അല്ല, അത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്ന സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സഡൻലി എന്ന് ചേർക്കാം. എ ബോയ് ഫെൽ ഡൗൺ ഫ്രം ഹിസ് ബൈസിക്കിൾ അല്ലെ. ബൈസിക്കിൾ നിന്ന് എന്ത് ചെയ്തു, വീണു. ഹി വാസ് ഹേർട്ട് ആൻഡ് ഹിസ് ബൈസിക്കിൾ വാസ് ഡാമേജ്ഡ് അല്ലെ. അവന്റെ ബൈസിക്കിൾ എന്ത് ചെയ്തു, ഡാമേജ് ആയി. ഹി വാസ് ഹേർട്ട്, അവനക്ക് എന്ത് ചെയ്തു, മുറിയൊക്കെ ആയി, വേദനയൊക്കെ ആയി അല്ലെ. എന്നിട്ട് എന്താ, അപ്പൊ എന്താ മദർ ചെയ്തത്, ദ മദർ ആൻഡ് ഡോട്ടർ സ്റ്റോപ്പ്ഡ് ടു ഹെൽപ്പ് ദ ബോയ് അല്ലെ. അവരെന്ത് ചെയ്തു, ബൈക്കൊക്കെ നിർത്തി ഇറങ്ങി. എന്തിന്, ആ ഒരു ബോയിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ദ മദർ കോൾഡ് ഫോർ ആംബുലൻസ് അല്ലെ. മദർ എന്ത് ചെയ്തു, ആംബുലൻസിനെ വിളിച്ചു അല്ലെ. അപ്പൊ തൊട്ടടുത്ത് പിക്ചറിൽ ആംബുലൻസ് വന്നിട്ടുണ്ട് അല്ലെ. ദ ആംബുലൻസ് അല്ലെങ്കിൽ ആംബുലൻസ് കെയിം ആൻഡ് ടുക്ക് ദ ബോയ് ടു ദ ഹോസ്പിറ്റൽ അല്ലെ. ആംബുലൻസ് വന്ന് എന്ത് ചെയ്തു, ആ ഒരു ബോയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അല്ലെ. യെസ്, നമ്മൾ ദിൽന ചെയ്തതുപോലെ ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ഒരു പിക്ചർ സ്റ്റോറിയിലൂടെ ഒരു മദർ ചെയ്യാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലുമൊക്കെ ആക്സിഡന്റ് ആയോ അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അവരെ സഹായിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 5B എന്നുള്ള വേർഡ് പസിൽ എന്നുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകാം. എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് വാക്കുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ശ്രദ്ധിക്കാം. എന്താണ്, ഡൗണും അക്രോസ് ഒക്കെ തരുന്നുണ്ട് അല്ലെ. ഡൗൺ പറഞ്ഞാൽ എന്താണ്, താഴേക്ക്. അക്രോസ് പറഞ്ഞാൽ എന്താണ്, വലത്തോട്ട് അല്ലെ, സൈഡിലോട്ട് എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ്, അതുവഴി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ എഴുതി ചേർക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കുക. പീപ്പിൾ ഹു ഫൈറ്റ്സ് ഫയർ അല്ലെ. ഫയറിന് ഏറ്റവും ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ ആരാണ്, ഓഫ് കോഴ്സ് ആരായിരിക്കും, ആരാണ്, എല്ലാവർക്കും അറിയാം, ഫയർമെൻ ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തൂടെ ഒന്ന് നോക്കുക, ഒന്നതാ താഴേക്കാണ് അല്ലെ, ഡൗൺ ആണ്. അപ്പൊ താഴേക്ക് എഴുതാം, ഫയർമെൻ അല്ലെ, ഫയർമെൻ. ഓക്കെ അല്ലെ, ക്ലിയർ അല്ലേ. രണ്ടാമത്തെ, ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ് അല്ലെ. ഫിയർലെസ് ആവുന്നത് അല്ലെ, എന്ത് അല്ലെ, അങ്ങനെ ഉള്ള ഒരു ക്വാളിറ്റി എന്താണ്. ഓഫ് കോഴ്സ് അല്ലെ, ദിൽനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഷി വാസ് എ ബ്രേവ് ഗേൾ അല്ലെ. എഴുതി വെക്കാം, എന്താണ്, ബ്രേവ് അല്ലെ, ബ്രേവ്. ഓക്കെ, അപ്പോൾ ബ്രേവ് എന്ന് മാത്രമല്ല, ഇവിടെ 2 അക്ഷരം കൂടി പറയുന്നത്. അപ്പം എന്തായിരിക്കും, ബ്രേവറി അല്ലെ, ഒരു ധൈര്യത്തെ കാണിക്കുന്ന ബ്രേവറി. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, ടു ആസ്ക് ഹംബ്ലി ഫോർ സംതിങ് അല്ലെ. ഒരു ഹംബിൾ ആയിട്ട് എന്ത് ചെയ്യാണ്, ചില കാര്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ വളരെ തന്മയത്വത്തോട് കൂടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചോദിക്കുകയാണെന്ത്, ചിലപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, വേറെ രീതിയിൽ എന്ത് പറയാം, ബെഗ് എന്ന് പറയാം അല്ലെ. ബെഗ്, BEG, ബെഗ് അല്ലെ, യാചിക്കുക. ഓക്കെ, അടുത്ത എന്താണ്, ടു കംഫേർട്ട് സംവൺ അല്ലെ. ചില ആൾ കംഫേർട്ട് ആക്കി കൊടുക്കുക. എന്തായിരിക്കും, യെസ്, അഞ്ചാമത്തോടെ താഴേക്കാണ് അല്ലെ. എന്താണ് കംഫേർട്ട്, കൺസോൾ ആണ്. എന്താണ്, കൺസോൾ. കൺസോൾ ഈസ് ദ
റൈറ്റ് ആൻസർ. ഓക്കെ, ആറാമത്തെ നോക്കുക. ഇൻ എ ഫോറിൻ കൺട്രി, ഒരു ഫോറിൻ കൺട്രിയുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ്. എന്തായിരിക്കും? ഇൻ എ ഫോറിൻ, ഒരാൾ ഫോറിൻ കൺട്രിയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ, അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലാണ്, അല്ലെങ്കിൽ വിദേശത്താണ് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത് വാക്ക് ഉപയോഗിക്കുക? യെസ്, ഏതാണ്? അബ്രോഡ്. ഏത് ഉപയോഗിക്കും? അബ്രോഡ് എന്ന് ഉപയോഗിക്കും അല്ലേ? അബ്രോഡ്. ഓക്കെ അല്ലേ? എളുപ്പല്ലേ? ഓക്കെ, ഇതിൽ ലാസ്റ്റ് ചില വാക്കുകളൊക്കെ നമുക്ക് അറിയാത്തൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കണം എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ സ്റ്റോറിക്കും ശേഷം ഗ്ലോസറികൾ തരുന്നത് അല്ലേ? ആ ഗ്ലോസറിയിൽ എന്താണ്? ഇംഗ്ലീഷ് മീനിങ് ആണ് അല്ലേ? അതുകൊണ്ടാണ് മാഷ് അത് ടെക്സ്റ്റ് ബുക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളോട് എന്ത് പറയാറുണ്ട്? യെസ്, അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് തന്നെ പരമാവധി എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കുറേ വാക്കുകൾ നമുക്ക് കിട്ടുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നമ്മളെ മറ്റു വീഡിയോകളും എക്സ്പ്ലനേഷൻ വീഡിയോകളൊക്കെ കാണുക. ഓക്കെ, താങ്ക് യു.